കുണ്ടാങ്കടവിലേക്കുള്ള വഴി ഏതാ? ഇതിലേ പോയാ മതി. ഇതിലെയോ? ആ, കുണ്ടാങ്കടവിലേക്കുള്ള വഴി ഇതാണോ? ആ ഇതിലൂടെ പോവാം. എവിടുന്നാ? ഞാൻ കുറെ ദൂരെന്നാ. ഇവിടെന്ന് വെച്ചാ കുണ്ടാങ്കടവിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കാണും? കുണ്ടാങ്കടവിൽ ആരെ കാണാനാ? എന്ത് ദൂരം വരും എന്ന് പറഞ്ഞാൽ മതി. ഏത് നാട്ടിന്നാ? ഈ സ്ഥലത്ത് ആദ്യ അല്ലെ പിന്നെ വഴി ചോദിക്കണോ? എന്റെ കുടുംബചരിത്രം പുസ്തകമായി അടിച്ചിറക്കിണ്ട്, വാങ്ങി വായിച്ചു നോക്ക്. ഇടത്തോട്ട് തിരിഞ്ഞാ മതി, എളുപ്പ വഴിയാ. ഞാൻ എന്റെ സൗകര്യം പോലെ പോയിക്കോളാം. സാറുമാരെ പോയട്ടെ. അല്ല ആരാ ഇത്? ഇവിടെ എന്താണോ താൻ ഞങ്ങളേതോ മറന്നോ? ആദ്യം കണ്ടപ്പോ എനിക്ക് ആളെ പിടിയിട്ടില്ല. ഇപ്പൊ പിടികിട്ടിയോ? എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലടോ. 5 കൊല്ലം കൊണ്ടുണ്ട് ഇനിയും പെൻഷനാവാൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അല്ല, ഇതിലേ പോയാ കുണ്ടാങ്കടവിലെത്തോ? താനെന്താ ആളെ കളിയാക്കുക? ഇത്ര വേഗം താൻ സ്വന്തം നാട്ടുവഴിയൊക്കെ മറന്നോ? ഞാൻ ആരാന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് സംസാരിക്കുന്നത്? മനസ്സിരിക്കട്ടെ. പൊക്കം മൂപ്പരോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, താൻ സർക്കാർ ആശുപത്രിയിൽ ഏതാണ്ട് കമ്പൗണ്ടറോ നഴ്സോ ഒക്കെ ആണെന്ന് കേട്ടൂല്ലോ. അതോ ഇനി കമ്പൗണ്ടർ മൂത്ത് പോലെ ഡോക്ടറോ ഒറ്റ ആയോ? ഇപ്പൊ ഞാൻ സർക്കാർ ആശുപത്രിയിലല്ല, പിന്നെ ഭ്രാന്താശുപത്രിയില. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. അവിടുന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുക. എന്തിന്? ഈ പ്രദേശത്തുള്ള ഭ്രാന്തന്മാരെ മുഴുവൻ പിടിച്ചു കെട്ടി അങ്ങോട്ട് എത്തിക്കാൻ. കാലത്ത് 1, 2 വരെ കിട്ടി. ഇപ്പൊ ഒരാളും കൂടായി. നിങ്ങൾക്ക് എന്തിന്റെ സൂക്കടാ? ആർക്ക്? മനുഷ്യ, നിങ്ങൾക്ക് എന്നെ അറിയില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല. ഞാൻ കുറെ ദൂരെ നിന്ന് വരിക. അപ്പൊ താൻ പൊക്കം മൂപ്പരുടെ മോനല്ലേ? അല്ല. അല്ലേ? അല്ല 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 അല്ല. അവനാണ് മോനാ? ഞാൻ അച്യുതൻ നമ്പ്യാരെ കാണാൻ വന്നതാ. അച്യുതൻ നമ്പ്യാരുടെ സ്കൂളിലെ പുതുതായി ചേരാൻ വന്ന മാഷ ഞാൻ. ഓഹോ, അപ്പൊ താനാണ് കക്ഷി. ആട്ടെ, തനിക്ക് എന്നെ മനസ്സിലായോ? പറഞ്ഞാലേ അറിയൂ. താൻ ചേരാൻ പോകുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. കുഞ്ഞെന്നായിരുന്നു പറയും. അയ്യോ, ഞാൻ സാർ ക്ഷമിക്കണം, അറിഞ്ഞില്ല. കുഴപ്പമില്ല. കുറുപ്പ് മാഷ് പിരിഞ്ഞിട്ടിപ്പോ 5-6 മാസമായി. അതിനുശേഷം വേണ്ടത്ര കോഴ രൂപ കിട്ടാത്തതുകൊണ്ട് മാനേജർ വേറെ ആരെയും അപ്പോയിന്റ് ചെയ്തില്ല. എത്ര രൂപയ്ക്കാ സമ്മതിച്ചത്? അല്ല, അത് എന്നോട് പറയാം. അല്ല, അതുകൊണ്ടല്ല, MLA ചാത്തുക്കുട്ടി നമ്പ്യാരുമായിട്ടുള്ള നേരിട്ടുള്ള കച്ചവടമായിരുന്നു. അപ്പൊ മർമ്മത്തിൽ തന്നെയാ പിടിച്ചത്. ഈ ചാത്തുക്കുട്ടി നമ്പ്യാർ MLAയും മാനേജരും തമ്മിൽ വലിയ ക്ലോസാ. അല്ല, ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലായി? ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കൊല്ലായി. ഓഹോ, നേരത്തെ എവിടെങ്കിലും പഠിപ്പിച്ചിരുന്നോ? എവിടെ? നാട്ടിലെ ട്യൂട്ടോറിയല്. ഓ, എന്തായിരുന്നു വിഷയം? അവിടെ പിന്നെ ഇംഗ്ലീഷ്. അതേതായാലും നന്നായി. ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് നമുക്കിപ്പോ മാഷന്മാരില്ലാത്തത്. ഞങ്ങളൊക്കെ പഴയ സംസ്കൃതവും മണിപ്പുറവും ഒക്കെ ആണല്ലോ. എന്താ പേര് പറഞ്ഞത്? ദിവാകരൻ. എല്ലാം മൂപ്പരുടെ മര്യാദകളാണല്ലോ. മഹാനേരുടെ ജീപ്പാ പറഞ്ഞത്. മൂപ്പര് തന്നെയാ. അച്യുതൻ നമ്പ്യാരെ. ചെന്ന് കാണുമ്പോ ഒരു ബഹുമാനത്തിലൊക്കെ നിന്നോണം. മൂപ്പരാളൊരു പുലിയാ. അച്യുതൻ നമ്പ്യാരുടെ നാട്ടിൽ കാക്ക പോലും പറക്കൂല എന്നാ പറയണത്. എന്താ അത്രയ്ക്ക് പേടിയാ. നേരെ ചെന്ന് ഈ വളം അങ്ങോട്ട് തിരിഞ്ഞാൽ മൂപ്പരുടെ തറവാടായി. ഇതിപ്പോ സംശയിക്കാനൊന്നുമില്ല, മുറ്റത്ത് തന്നെ ജീപ്പ് ഉണ്ടാവും. അപ്പൊ നേരെ കണ്ടിട്ട് സ്കൂളിലേക്ക് വന്നാൽ മതി, ഞാനുണ്ടാവും. അല്ല, വരുന്നില്ലേ? ഞാൻ ഇതുവഴിയാ. എന്നോട് ഇങ്ങോട്ട് നേരിട്ട് ചോദിക്കേണ്ടായത് കേളന്റെ കാര്യം എന്തായിരുന്നു? പറയുന്ന വാക്ക് മാറുന്നവരോട് മൂപ്പർക്ക് വലിയ ദേഷ്യ. അടുത്ത വെട്ടിന് കണക്ക് ഒപ്പിക്കാതിരിക്കും. എല്ലാം മൂപ്പരോട് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. എന്തോ? പണിക്കാരോട് പിന്നാമ്പുറത്തേക്ക് വന്നോളാൻ പറയേ. കഞ്ഞിവെള്ളം വെച്ചിട്ടുണ്ട്. ആരാ കുട്ടിയമ്മ അത്? എവിടുന്നാണോ? ഞാനിവിടെ
ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞ് MLA ചാത്തുക്കുട്ടി അമ്പേരെ അച്ഛാണ് സ്കൂളില്. ഓ ഇവിടെ പറയണ കേട്ടു. കേറിയിരിക്കും, ആളകത്തുണ്ട്, ഇപ്പൊ വരും. സ്കൂളിൽ ചേരാൻ വന്ന മാഷ അല്ലേ? ആ അതെ. എഴുന്നേറ്റോളൂ. എഴുന്നേൽക്കാൻ. ഇങ്ങോട്ട് ഇറങ്ങിയെന്നോളൂ. മൂപ്പർക്ക് ഇഷ്ടാവില്ല വലിയ വലിയ നേതാക്കന്മാരും പോലീസ് ഓഫീസർമാരും ഒക്കെ ഇവിടെ കയറി ഇരിക്കാറുണ്ട്. എനിക്കറിയാൻ പാടില്ലായിരുന്നു. ആ ശങ്കര പോയി കഞ്ഞി കുടിച്ചോളൂ. നീ കഞ്ഞി കുടിച്ചിട്ട് മതി. ആ വാ. ഞാൻ ഒരാഴ്ച സമയം തരുന്നു. ബാക്കി രൂപ കുട്ടിയാമനെ ഏൽപ്പിച്ചേക്കണം. അടുത്ത വെട്ടിന് തേങ്ങയാണോ? വേണ്ട, മൊയ്തീൻ കുട്ടി ഹാജിക്കാനോ കൊടുത്താൽ മതി. അത് പെട്ടെന്ന് ഹാജിക്ക് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് മുൻകൂർ പണം വാങ്ങിച്ചിട്ട് നീ കണ്ട മാപ്പിളമാർക്ക് തേങ്ങ കൊടുത്തില്ലേടാ? മൂത്ത കുട്ടിക്ക് തീരെ വയ്യാണ്ടായപ്പോ ഒരക്ഷരം മിണ്ടണ്ട. എന്റെ മുമ്പിൽ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. ആ പോ. മനസ്സിലായില്ലല്ലോ? MLA സ്കൂളില് ദിവാരൻ എന്റെ പേര്. ഓ, കഴിഞ്ഞ ആഴ്ച വരുമെന്നാണല്ലോ ചാത്തുക്കുട്ടി നമ്പ്യാർ പറഞ്ഞിരുന്നത്. അത് രൂപ തികഞ്ഞില്ല. ഇപ്പോ തികഞ്ഞോ? ഇല്ല, 3000 രൂപയുടെ കുറവുണ്ട്. അതിപ്പോ എങ്ങനെയാ ശരിയാവുന്നത്? ശമ്പളത്തിൽ നിന്ന് തന്നു തീർത്തോളാം. ശമ്പളത്തിന്റെ കാര്യമൊന്നും എനിക്കറിയണ്ട. 2 മാസത്തെ സമയം തരാം. അതിനുള്ളിൽ ബാക്കി കാശ് മുഴുവൻ തന്നിരിക്കണം. സാറ്, ഞാനൊരു 5 മാസത്തിനുള്ളിൽ മുഴുവനും ഒന്നിച്ചേരാം. ആ ശരി, 5 മാസത്തിനകം തന്നിരിക്കണം. ഓ, താമസിക്കാൻ വീട് വല്ലതും തരപ്പെടുത്തിയിട്ടുണ്ടോ? എനിക്കിവിടെ ആരും പരിചയമില്ല. ഓ, വല്ലതും കിട്ടിയോടാ? ആ കുട്ടിയാമനോട് പറ, ഇയാൾക്ക് താമസിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ. നമ്മുടെ പുതിയ മാഷ. പണം കുട്ടിയാമനെ ഏൽപ്പിച്ചാ മതി. വാ. മാഷ അല്ല, നിൽക്കുന്ന മാഷ. മാഷ ഞാനാ ഞാൻ പുതുതായിട്ട് സ്കൂളിൽ ചേരാൻ വന്ന. ഞാൻ സ്കൂളിലോട്ട് പോയായിരുന്നു. നടന്നു. ഞാൻ പറയണ്ട. പിന്നെ എന്നെ ഇവിടെ കണ്ട കാര്യം അവിടെ പറയണ്ട. എവിടെ? സ്കൂളിലെ. സ്കൂളിലെന്നല്ല ഒരിടത്തും പറയണ്ട. നടന്നോ, ഞാൻ കൂടെ ഉണ്ട്. ആസാമിലെ ചിറാപുഞ്ചിയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആസാമിലെ വീടുകൾ വളരെ പൊക്കമുള്ള തൂണുകളിന്മേലാണ് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. കാരണം എന്താ? സൈനബ പറയൂ. അവിടെ തൂണുകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമായിരിക്കും. നിന്നോട് ചോദിച്ചില്ല. അയ്യടാ, ഒരു പൊത്തി മൈരടാ അവിടെ. സൈനബയ്ക്ക് അറിയില്ലേ? വെള്ളപ്പൊക്കത്തിൽ വീടുകൾ ഒലിച്ചു പോകാതിരിക്കാൻ എട്ടികൾ. എന്നാ പിന്നെ മാഷേ, നമ്മുടെ സ്കൂളും മരത്തൂണിൽ നിർത്തിയാൽ മതിയായിരുന്നല്ലോ. നിർത്തടാ. അഭിപ്രായം നിന്നോട് ചോദിച്ചോ? എടാ, നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? ചോദിച്ചോ? കൊയ എയ്യോ വരുന്നു. നമ്മളിപ്പോ എന്ത് ചെയ്യും? എന്ത് വേണേ ചെയ്തോ, എനിക്ക് പെട്ടെന്നൊരു വയറ്റ് വേദന. ഞാൻ 2 പോയെന്ന് പറഞ്ഞേച്ചാ മതി. കല്യാൺ ടീച്ചറെ ഏയ്യോ വരുന്നു. ഏയ്യോ നിക്കുന്നതാണ്. പക്ഷെ പായല് ഇത് നമ്മളാണ്. അത് പുതിയ മാസാണ്. ഏയ്യോ അല്ല. അവരി 2 വീടോ. ഈശ്വരനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച്
എന്താ നിൽക്കാനാ ക്ലാസ്സിൽ പറ ആ ഇത് നാനു മാഷ്, ഇത് കോയാക്കുട്ടി മാഷ്, ഇത് കല്യാണി ടീച്ചർ. മാസ്റ്റർ നാടോടാണ്? അത് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ല? ജില്ല ആക്കിയടോ. ഏത് ക്ലാസ്സാ? 4ാം ക്ലാസ് തന്നെ ആയിക്കോട്ടെ. തന്റെ ഇംഗ്ലീഷ് കേട്ട് കേട്ട് കുട്ടികൾ ഒരു വഴിക്കായിട്ടുണ്ട്. ഞാൻ നിർബന്ധിച്ചിട്ടല്ലോ എനിക്ക് ഇംഗ്ലീഷ് തന്നത്, ഇവിടെ ആർക്കും പറ്റാത്തോണ്ടല്ലേ. അപ്പൊ മാഷ് ഏതായാലും 4ാം ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കാം. എനിക്ക് 4ാം ക്ലാസ് വേണ്ട, 1ഓ 2ഓ മതി. ഏയ്, നിങ്ങളെ പോലെ കഴിവുള്ള ഒരാളെ 1ലും 2ലും വിടുന്നത് ശരിയല്ല. എനിക്ക് കൊച്ചു കുട്ടികളെ വലിയ ഇഷ്ടമാണ്. ആയിക്കോട്ടെ, പക്ഷെ പഠിപ്പിക്കുന്നത് 4ാം ക്ലാസ്സിൽ മതി. എനിക്ക് ഒക്കോളൂ, പക്ഷെ ഇവിടെ കാര്യങ്ങളൊക്കെ പറമ്പിലാണ്. 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ മതി. ഞാൻ പരിചയപ്പെടുത്തരാം. ആ, പ്രിയപ്പെട്ട കുട്ടികളെ, എന്തോ നിങ്ങളുടെ പുതിയ അധ്യാപകൻ പ്രഭാകരൻ മാസ്റ്ററാണ്. ദിവാകരൻ മാസ്റ്ററാണിത്. ദിവാകരൻ മാസ്റ്ററെ പോലെ ഒരു മാസ്റ്ററെ നിങ്ങൾക്ക് മാസ്റ്ററായി കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്. വിടപടയ്ക്കും. അതുകൊണ്ട് എല്ലാരും അടങ്ങി ഒതുക്കി ഇരുന്നോണം. ഇരിക്കാം. മാഷ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഒരു ഇംഗ്ലീഷ് പുസ്തകം തരൂ. ഇത് കണക്ക് പുസ്തകമല്ലേടാ, ഇംഗ്ലീഷ് പുസ്തകം ചോദിച്ചാ. ഇംഗ്ലീഷ് പുസ്തകം തരൂ. ഇല്ല മാഷേ. സോറി. നടന്നോട്ടെ. ശരി. എന്താ പേര്? കൃഷ്ണകുമാർ. പേര്? സീനബാന്ന്. ഓൾഡച്ചൻ ഒസാന. ഒസാൻ കുഞ്ഞലവി. ഒസാന? അങ്ങോട്ട് മാറി നിൽക്ക്. മാഷേ, വാ, ഉപ്പുമാ റെഡി ആയിട്ടുണ്ട്. നോക്കാം. വേണ്ട. വന്നാട്ടെ, നല്ല കൈപ്പുണ്യമുള്ള പെണ്ണാ. ഒരാൾക്കൂടുണ്ട്. പാത്രം വന്നിട്ട് പിള്ളേരുടെ പാത്രം ഒരു എങ്ങനെയുണ്ട് മാഷെ ഉപ്പ? വേണമെങ്കിൽ 5 മിനിറ്റ് കിടന്നോളൂ ആ ബെഞ്ചിലോട്ട്. വേണ്ട, ഏതായാലും ഞങ്ങളൊന്ന് കിടക്കും. എനിക്ക് ട്രഷറി വരെ ഒന്ന് പോകണം. രാവിലെ ഒരിക്കൽ പറഞ്ഞതാ. മാഷ് ക്ലാസ്സിലോട്ട് പോകോളൂ. സൈലൻസ്.
What is this? This is a bag. What is this? This is a book. What is this? This is a pen. What is this? This is a pencil. So, book is beautiful. Pen is beauty. Pencil is very beauty of the family and the country. In the radio, come and going of the completely boys and girls and butterflies. പക്ഷേ നന്നായി. പക്ഷെ കടുപ്പം ഇത്തിരി കുറച്ചാ കൊള്ളാം. ലൈറ്റാക്കാണ് നല്ലേ. പാലും പഞ്ചാരും കുറച്ച് ആസ്തിയാണ്ട് കൂട്ടാലോ. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികളായതുകൊണ്ട് ഈ സാധനങ്ങളുടെ പേര് പറഞ്ഞു തുടങ്ങിയായിരിക്കും നല്ലത്. ഈ കണ്ണാടി, പേന, പുസ്തകം, ഡെസ്ക്, ബെഞ്ച്, പോയി താറാവ് അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ. നടന്നോട്ടെ നടന്നോട്ടെ. ഇതിന് മലയാളത്തിൽ പുസ്തകം എന്ന് പറയും, ഇംഗ്ലീഷിൽ ഇതിന് മലയാളത്തിൽ പേരെന്ന് പറയും, ഇംഗ്ലീഷിൽ ചോറിനെന്താ മാഷെ ഇംഗ്ലീഷ്? ചോറിന്റെ ഇംഗ്ലീഷ്. ചോറിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? ഇല്ല. ഈ ഹോട്ടലിന് മുമ്പിലൊക്കെ മീൽസ് റെഡി എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല. അപ്പൊ മീൽസ് എന്ന് പറഞ്ഞാൽ ചോറ്. അപ്പൊ ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്, ചോറിന്റെ ഇംഗ്ലീഷ് മീൽസ്. അപ്പൊ ഉപ്മാവിന് എന്ത് പറയും? പറ മാഷെ, ഉപ്മാവിന്റെ ഇംഗ്ലീഷ് എന്താ? ലാത്തൊരു തലവേദന പോലെ. അല്ല എന്താ ചോദിച്ചേ? ഉപ്മാവിന്റെ ഇംഗ്ലീഷ്. ഉപ്പാന്റെ ഇംഗ്ലീഷ് സോൾട്ട് മാംഗോ ട്രീ. ഉപ്പാന്റെ ഇംഗ്ലീഷ് സോൾട്ട് മാംഗോ ട്രീ. അയ്യേ, മാഷിന്റെ ട്രൗസറിൽ കാക്ക തൂറി. അതിനെന്താ മാഷെ ഇംഗ്ലീഷ്? ഇതാണോ വീട്? അതെ. സ്കൂളിൽ ഉപ്പ ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ കേട്ടു. സാറ് ക്ലാസ് എടുക്കുന്നത് ഞാൻ പുറകിന്ന് കേട്ടോണ്ടിരിക്കായിരുന്നു. എവിടുന്നാ ഇംഗ്ലീഷ് പഠിച്ചത്? ഇംഗ്ലീഷ് എവിടുന്നാ പഠിച്ചതെന്ന്? ഇംഗ്ലീഷ് ആയിരുന്നു ഞാൻ അവിടെ ട്യൂട്ടോറിൽ പഠിപ്പിച്ചിരുന്നത്. പഠിപ്പിച്ച കാര്യമല്ല, പഠിച്ചത്. പഠിച്ചത് എല്ലാരും എവിടുന്നാ പഠിക്കുന്നത്? അവിടുന്ന് തന്നെ. അല്ല, വളരെ പുതുമ തോന്നി. ഒരു പുതിയ തരം ഇംഗ്ലീഷ്. ഉച്ചാരണവും കൊള്ളാം, ഗ്രാമറും കൊള്ളാം. ഞാൻ പോട്ടെ, എനിക്ക് ഒരു ചെറിയ അപേക്ഷയുണ്ടായിരുന്നു. എന്നോടോ? അതെ. എന്താ അത്? മാഷ് ദയവ് ചെയ്ത് ആ പാവം കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കരുത്. അത് പറയാൻ നിങ്ങളാരാ? ഞാൻ ആരുമല്ല. മാഷക്കറിയോ, നേരത്തെ അവിടെയുള്ള മാഷന്മാര് തന്നെ കുട്ടികളെ വേണ്ടത്ര നശിപ്പിച്ചിട്ടുണ്ട്. ആ ദ്രോഹം നിങ്ങളും ആവർത്തിക്കരുത്. ഇതൊരു ഓണം കയറമൂലയാണല്ലോ. ഇവിടെ എന്തോ ആകാമല്ലോ എന്നായിരിക്കും മാഷിന്റെ വിചാരം. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. വാട്ട്സ് യുവർ ടോക്കിംഗ്? വാട്ട്സ് യുവർ ടോക്കിംഗ്? Stop your English, please. You don't know the basics of English. എന്നെ ശരിക്കും അറിഞ്ഞോടാത്തോണ്ടാ. നാളെ ഉപ്പ ഉണ്ടാക്കാം, അങ്ങോട്ട് വാ, കാണിച്ചു തരാം. കുഞ്ഞുഷൻ, മുരളി, തങ്കപ്പൻ, കുട്ടികൃഷ്ണൻ. കുട്ടികൃഷ്ണൻ ബീഡിപ്പണിക്ക് പോയി തുടങ്ങിയിട്ട് 6 മാസമായി സാർ. ഹൈദ്രോസ്. അല്ല, ഹൈദ്രോസിനെ ഞങ്ങൾക്കാർക്കും അറിയില്ല സാർ. നാശമായ എന്താ ഇവിടെ ഇവിടെ പകുതി കുട്ടികളെയും ക്ലാസ്സിൽ കാണാനില്ല സാർ. അതൊന്നും മാഷ് നോക്കണ്ട. പതിവായിട്ട് വരുന്ന കുട്ടികളുടെ പേര് മാത്രം ലിസ്റ്റിൽ ചേർക്കായിരുന്ന ഈ ഡിവിഷൻ ഉണ്ടാവില്ല, മാഷക്ക് ഇവിടെ ജോലി ഉണ്ടാവില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയിടണ്ട. വല്ലതും പഠിപ്പിക്കാറുണ്ട്, പഠിപ്പിച്ചു.
ഒരു ബുക്കിങ്ങാ. സൈലൻസ് സൈലൻസ്